പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 7-ാം ദിനം. പിറന്നാളിന് കുഞ്ഞിന് ആരോ സമ്മാനമായി കൊടുത്ത അതിസുന്ദരമായ ചിത്രപ്പണികളുള്ള തൂവാലയിൽ കറുത്ത മഷി വീണു. കുഞ്ഞാകെ വിഷമിച്ചു. ചിത്രകാരനായ അപ്പൻ മെല്ലെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചു. പിന്നീട് തൻ്റെ ബ്രഷ് എടുത്തു, നിറക്കൂട്ടുകൾ ചാലിച്ചെടുത്തു. എന്നിട്ട് ആ കറുത്ത പാടുള്ള ഭാഗത്ത് അതിസുന്ദരമായ ഒരു ചിത്രം വരച്ചു ചേർത്തു. വെള്ള തൂവാല ഇപ്പോൾ കമനീയമായ കലാസൃഷ്ടിയായി മാറി. കുഞ്ഞിനോട് അപ്പൻ പറഞ്ഞു, കുഞ്ഞെ, നമ്മൾ എത്ര ശ്രമിച്ചാലും ജീവിതത്തിൻ്റെ വെള്ളത്തൂവാലയിൽ കറുത്ത പാടുകൾ വീണുപോകും. ആ കറുത്ത പാടിനെ പോലും കലയും കവിതയുമാക്കി മാറ്റുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കല. ആ കല പഠിച്ചെടുത്താൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ജപ്പാനിൽ ഡാരുമ എന്ന പേരിൽ ഒരു പാവയുണ്ട്. അതിനെ കമഴ്ത്തി എറിഞ്ഞാലും മലർത്തി എറിഞ്ഞാലും അത് വീണ സ്ഥാനത്ത് തന്നെ നിവർന്നു നിൽക്കും. അതിൻ്റെ നിവർന്നു നിൽക്കലിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചയാളെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കും? സ്വയം തോൽക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചയാളെ വിജയിപ്പിക്കാൻ ആർക്ക് കഴിയും? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റിന്റെ മേശപ്പുറത്ത് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ വരിയുണ്ട്: എൻ്റെ സമ്മതം കൂടാതെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ആരെങ്കിലും നിങ്ങളെ തോൽപ്പിച്ചുവെന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ സ്നേഹിത, സ്വയം ചോദിക്കുക, അയാൾ എന്നെ തോൽപ്പിക്കാൻ ഞാൻ അയാളെ അനുവദിച്ചത് എന്തിനാണ്? ഈ നോമ്പുകാലത്ത് നമ്മെ തോൽപ്പിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ സമ്മതം വേണമെന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഗതി തന്നെയാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.